ബുധനാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റ് വിവിധയിടങ്ങളിൽ നാശം വിതച്ചു. ആവോലിച്ചാലിൽ CPI ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് മരം വീണ് തകർന്നു. കോതമംഗലത്ത് കാറിന് മുകളിൽ മരച്ചില്ല വീണെങ്കിലും ആളപായം ഒഴിവായി. കാർഷിക വിളകളും നശിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ ശക്തമായ മഴയ്ക്കൊപ്പമാണ് കാറ്റ് ആഞ്ഞടിച്ചത്. ആവോലിച്ചാലിൽ CPI ഓഫീസിനുമേൽ സമീപത്ത് നിന്നിരുന്ന തേക്ക് കടപുഴകി വീഴുകയായിരുന്നു. ആസ്ബറ്റോസ് ഷീറ്റ് കൊണ്ട് മേഞ്ഞിരുന്ന ഓഫീസ് പൂർണ്ണമായും തകർന്നു. ഫർണിച്ചറുകളും നശിച്ചു. ഓഫീസിനുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ ആളപായം ഒഴിവായി. സമീപത്തുള്ള ഐക്കരക്കുടി അയ്യൻപിള്ളയുടെ വീടിന് പ്ലാവ് ഒടിഞ്ഞു വീണ് കേടുപാടുകൾ പറ്റി. ഈ പ്രദേശത്ത് നിരവധി പേരുടെ കൃഷിയിടങ്ങളിൽ കാറ്റ് നാശം വിതച്ചിട്ടുണ്ട്. റബ്ബർ, വാഴ തുടങ്ങിയ വിളകൾക്കാണ് കൂടുതൽ നാശമുണ്ടായത്. അതിരാവിലെ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. അതിശക്തമായ ഒരു ഒച്ചയും ബഹളവും കേട്ടു. പിന്നെ എൻ്റെ മുറ്റത്തിൽ നിന്ന് പ്ലാവ് ഒടിഞ്ഞാടുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ എൻ്റെ പരിസരത്തുള്ള CPIയുടെ പാർട്ടി ഓഫീസ് ഇതിലേക്കൊരു തേക്ക് മറിഞ്ഞാടി ആ പാർട്ടി ഓഫീസിൽ ആശേഷം നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പരിസരത്തുള്ള എല്ലാ കൃഷിക്കാരുടെയും വാഴ മറ്റുള്ള കൃഷികളെല്ലാം നശിച്ച് പോയിക്കാണ്. നേരിമംഗലത്ത് നവോദയ സ്കൂൾ കോമ്പൗണ്ടിലെ മരം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് വീണു. ചേലാട്ടിൽ വലിയ തണൽ മരം റോഡിന് മുകളിലേക്ക് ചെരിഞ്ഞു. വൈദ്യുതി ലൈനിൽ തട്ടിയെങ്കിലും ലൈൻ പൊട്ടി വീഴാതിരുന്നത് അപകടം ഒഴിവാക്കി. മരം പിന്നീട് റോഡിലേക്ക് വീഴുന്നത് ഒഴിവാക്കുവാൻ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ പെയ്ത മഴയിൽ അതുപോലെ തന്നെ കാറ്റിലും ചേലാട് ഭാഗത്ത് നിൽക്കുന്ന ഈ വലിയ മഴമരം വലിയ അപകടകരമായ രീതിയിൽ റോഡിലേക്ക് മറിഞ്ഞു ചാടുവാനും ഒത്തിരി വാഹനങ്ങളും ജനങ്ങളും സഞ്ചരിക്കുന്ന ഈ വഴിയിൽ വലിയൊരു അപകടത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ പരിശ്രമ ഫലമായിട്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ MLAയുടെയും ഒക്കെ ഇടപെടൽ മൂലം അത് വെട്ടിമാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കാനായിട്ട് സാധിച്ചു. കോതമംഗലത്ത് പോലീസ് സ്റ്റേഷന് സമീപം സൂപ്പർ മാർക്കറ്റിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാറിന് മുകളിലേക്ക് മരച്ചില്ല ഒടിഞ്ഞു വീണു. കാറിനുള്ളിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാറിന് കേടുപറ്റിയിരുന്നു. താലൂക്കിലെ മറ്റ് വിവിധ പ്രദേശങ്ങളിലും കാറ്റ് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകളുടെ റിപ്പോർട്ടോടെ ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.